ബ്രസീൽ പുതിയ സ്ക്വാഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു. നെയ്മർ ജൂനിയർക്ക് ടീമിൽ ഇടം നേടാനായില്ല. പിന്നെ ആരൊക്കെയാണ് ടീമിലുള്ളത്? ഹായ് ഓൾ ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ടു ഡെഡ് ബക്ക്. അങ്ങനെ ഇന്ന് കാർലോ ആഞ്ചലോട്ടി ടീമിന്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ജൂണിലേക്കുള്ള ബ്രസീലിന്റെ ഇന്റർനാഷണൽ മത്സരങ്ങളിലേക്കുള്ള ടീം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ മുമ്പൊരു ലിസ്റ്റ് ഒക്കെ വന്നിരുന്നു. അപ്പോൾ അതിൽ നിന്ന് സോർട്ട് ചെയ്ത ഒരു 25 അംഗ ടീമിനെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ അഞ്ചലോട്ടി തന്നെയാണ് ടീമിനെ പ്രഖ്യാപിച്ചത്. അപ്പോൾ ആ ടീമിൽ ആരൊക്കെ ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഗോൾ കീപ്പർമാരായിട്ട് ആലിസൺ ലിവർപൂൾ, ബെൻജോ അൽ നസർ, ഹുഗോ സോയ കോറിന്തിയാൻസ്. പിന്നീട് ഡിഫൻഡേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത് അലക്സാൻഡ്രോ ഫ്ലെമിങ്ങോ, അലക്സാൻഡ്രോ റിബൈറോ ലില്ലി, ബെറാൾഡോ PSG, കാർലോസ് അൽഗുസ്റ്റോ ഇന്റർ മിലാൻ, ഡാനിലോ ഫ്ലെമിങ്ങോ, ലിയോ ഓട്ടിസ് ഫ്ലെമിങ്ങോ, മാർക്കിഞ്ഞോസ് PSG, വാൻഡേഴ്സൺ മൊനാക്കോ, വെസ്ലി ഫ്ലെമിങ്ങോ. മിഡ്ഫീൽഡർമാരായി ആഞ്ചലോട്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത് ആൻഡ്രിയാസ് പെരേര ഫ്ലെമിങ്ങോ, ആൻഡ്രിയാസ് പെരേര ഫുൾഹാം, ആൻഡ്രേ സാന്റോസ് സ്ട്രാസ്ബർഗ്, ബ്രൂണോ ഗൊമേരിഷ് ന്യൂകാസിൽ യുണൈറ്റഡ്, കാസിമിറോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, എഡേഴ്സൺ അറ്റ്ലാന്റ, ഗേഴ്സൺ ഫ്ലെമിങ്ങോ. ഇനി ഫോർവേഡ് പൊസിഷനുകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പ്ലേയേഴ്സ് ആന്റണി റിയൽ ബെറ്റിസ്, എസ്റ്റുവാവോ പാൽമറാസ്, ഗബ്രിയേൽ മാർട്ടിനലി ആർസണൽ, മാത്യു സൂഞ്ഞ വോൾസ്, റാഫീഞ്ഞ ബാഴ്സലോണ, വിനീഷ്യസ് ജൂനിയർ റയൽ മാഡ്രിഡ്, റിച്ചാലിസൺ ടോട്ടൻഹാം. അപ്പോ ഇതാണ് ഇപ്പോ ബ്രസീൽ പ്രഖ്യാപിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിച്ചിരിക്കുന്ന 25 അംഗ ടീം. അപ്പോ ഇതിൽ നമുക്ക് ഏറെ ബ്രസീൽ ആരാധകരെ സംബന്ധിച്ച് ഒരു നിരാശ എന്താണെന്ന് ചോദിച്ചാൽ നെയ്മർ ജൂനിയർ ടീമിൽ ഇടം നേടിയില്ല എന്നുള്ളത് തന്നെയാണ്. സോ ആള് പരിക്കിന്റെ പിടിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ സാന്റോസിന് വേണ്ടിയിട്ട് 2 മത്സരങ്ങൾ കളിച്ചുവെങ്കിലും 2 മത്സരങ്ങളും ആള് കളിച്ചിരിക്കുന്നത് സെക്കൻഡ് ഹാഫിൽ 20 മിനിറ്റ് സംതിങ് ആണ് കളിച്ചിട്ടുള്ളത്. അപ്പോൾ ആള് നാഷണൽ സ്ക്വാഡിലേക്ക് വരുമ്പോൾ അങ്ങനെ പകുതിക്ക് ഇറങ്ങി കളിക്കുന്ന ഒരു നെയ്മറിനെ അല്ല നാഷണൽ സ്ക്വാഡിൽ വേണ്ടത്. അപ്പോൾ അതുകൊണ്ടാവാം ആളുടെ ഫുൾ ഫിറ്റോട് കൂടി ടീമിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്ലാനിലാവും ആഞ്ചലോട്ടി ഉണ്ടായിരിക്കുക. ആഞ്ചലോട്ടി എന്തായാലും നെയ്മറെ ചുറ്റിപ്പറ്റി തന്നെയാണ് ആളുടെ തന്ത്രങ്ങൾ മെനയുക എന്നുള്ളത് ഓൾറെഡി ആള് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നീട് നമുക്ക് സന്തോഷം നൽകുന്ന കാര്യം കാസിമിറോ തിരിച്ചെത്തിയിരിക്കുന്നു. കാസിമിറോ ഇപ്പോ യുണൈറ്റഡിൽ നല്ല ഫോമിലാണ് കളിക്കുന്നത്. ഇപ്പോൾ ആള് തിരിച്ചെത്തിയിരിക്കുന്നു. അതേപോലെ തന്നെ മിന്നും പ്രകടനം റിയൽ ബെറ്റിസില് ലാലിഗയിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ആന്റണി തിരികെ എത്തിയിട്ടുണ്ട്. അപ്പൊ അതും ആരാധകരെ സംബന്ധിച്ച് ആന്റണിയെ ടീമിലേക്ക് ഉൾപ്പെടുത്തണം എന്നത് ആരാധകർക്ക് എല്ലാവർക്കും അവരുടെ ഒരു ആവശ്യമായ കാര്യമായിരുന്നു. എന്തായാലും അത് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ റിച്ചാലിസൺ, കുറെ നാളുകൾക്ക് ശേഷം റിച്ചാലിസൺ തിരികെ ടീമിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പം ഫോർവേഡ് പൊസിഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു പറ്റം പ്ലേയേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ മാർട്ടിനലി ആണെങ്കിലും അതേപോലെ ആന്റണി ആണെങ്കിലും വിനീഷ്യസ്, റാഫീനിയോ, അങ്ങനെ വലിയൊരു നിര തന്നെ ബ്രസീലിന് വേണ്ടിയിട്ട് ജൂണിൽ ബൂട്ട് കെട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ജൂണിലെ മത്സരങ്ങൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ബ്രസീലിന്റെ പ്രകടനങ്ങൾ എങ്ങനെയായിരുന്നുവെന്ന് മത്സര ശേഷം നമുക്ക് കണ്ടറിയാം. താങ്ക് യു.